സാമൂഹ്യനീതിയിലധിഷ്ഠിതമായ സമഗ്ര വികസനമാണ് സംസ്ഥാന സർക്കാരിന്റെ വികസന കാഴ്ചപ്പാടെന്ന് എം രാജഗോപാലൻ എം.എൽ.എ. പറഞ്ഞു. നീലേശ്വരം നഗരസഭ വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. സാമൂഹ്യനീതിയിലധിഷ്ഠിതമായ സമഗ്ര വികസനമാണ് സംസ്ഥാന സർക്കാരിന്റെ വികസന കാഴ്ചപ്പാടെന്ന് എം രാജഗോപാലൻ എം.എൽ.എ. പറഞ്ഞു. നീലേശ്വരം നഗരസഭ വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് അനുഭവവേദ്യമാകുമ്പോഴാണ് സാമൂഹ്യനീതി ഉറപ്പാക്കുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. വികസനം കേവലം അടിസ്ഥാന സൗകര്യ മേഖലയിൽ ഒതുക്കാതെ ഓരോ മേഖലയിലും പരിമിതികൾ കണ്ടെത്തി വിടവുകൾ നികത്തി ജനപങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള സർവതല സ്പർശിയായ വികസന പ്രവർത്തനങ്ങളാണ് സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് എം.എൽ.എ. വ്യക്തമാക്കി. ദേശീയപാത വികസനം, ഗെയിൽ പൈപ്പ് ലൈൻ, കൊച്ചി മെട്രോ, വാട്ടർ മെട്രോ, കെ സ്മാർട്ട്, ഈ സേവനങ്ങൾ, മാലിന്യമുക്ത നവകേരളം, ആർദ്രം, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, വിജ്ഞാന കേരളം അടക്കമുള്ള മാതൃകാ പദ്ധതികൾ ഏറ്റെടുത്തു നടത്താൻ സർക്കാരിന് കഴിഞ്ഞതായും അദ്ദേഹം പറഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയായിക്കൊണ്ട് നിരവധി ദേശീയ പുരസ്കാരങ്ങളാണ് കേരളത്തെ തേടിയെത്തിയത്. നീതി ആയോഗിന്റെ സുസ്ഥിര വികസന സൂചികയിൽ 1-ാം സ്ഥാനം, അതിദരിദ്രരില്ലാത്ത സംസ്ഥാനം, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ശ്രേഷ്ഠതാ സൂചികയിൽ 1-ാമത്, ഇന്ത്യ ടുഡേയുടെ ഹാപ്പിനെസ് ഇൻഡെക്സിൽ 1-ാം സ്ഥാനം, ആദ്യ ഡിജിറ്റൽ സർവകലാശാല, രാജ്യത്തെ ആദ്യ ഗ്രാഫിക്സ് സെന്റർ തുടങ്ങിയ നേട്ടങ്ങൾ കേരളത്തിന്റെ വികസനത്തിന്റെ ഭാഗമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. മാതൃ ശിശു മരണ നിരക്ക് കുറഞ്ഞ സംസ്ഥാനമായി കേരളം മാറിയെന്നും വയോജന പരിപാലനത്തിനായി വയോജന ബിൽ ഉൾപ്പെടെ എല്ലാ മേഖലയിലും കേരളം പുരോഗതിയിലാണെന്നും എം.എൽ.എ. പറഞ്ഞു. അതോടൊപ്പം നീലേശ്വരത്തിന്റെ പ്രധാന വികസന പദ്ധതികളായ നീലേശ്വരം രാജാ റോഡിന്റെ പ്രവർത്തനങ്ങളും നീലേശ്വരം മിനി സിവിൽ സ്റ്റേഷന്റെ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ നടത്തുമെന്നും എം.എൽ.എ. കൂട്ടിച്ചേർത്തു. നമ്മുടെ അഭിരുചി സ്വഭാവ മനോഭാവത്തിൽ മാറ്റം വന്നു. ശാസ്ത്ര സാങ്കേതിക വൈജ്ഞാനിക മേഖലയിൽ വിസ്മയകരമായ വളർച്ച, ശാസ്ത്ര സാങ്കേതിക പുരോഗതിയുടെ പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് വൈജ്ഞാനിക സമൂഹത്തെക്കുറിച്ചും 25 വർഷത്തിനും അപ്പുറത്തുള്ള കേരളത്തെക്കുറിച്ച് ഗവൺമെന്റ് വിഭാവനം ചെയ്യുന്ന ആ വികസനത്തെക്കുറിച്ച് അപ്പൊ വളരെ കൃത്യതയാർന്ന കാഴ്ചപ്പാടോടുകൂടിയാണ് നമ്മൾ വികസനത്തെ കാണുന്നത്. ഈ പോയ കാലങ്ങളിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അതിൽ ഗവൺമെന്റിന് നിഷ്കർഷയുണ്ടായിരുന്നു. അത് സാമൂഹ്യ നീതിയിലധിഷ്ഠിതമായ സമഗ്ര വികസനമാണ് നമ്മുടെ ലക്ഷ്യം എന്നുള്ളതാണ്. ഗവൺമെന്റ് ആയാലും തദ്ദേശ സ്ഥാപനങ്ങളായാലും ഒരു വികസന പ്രവർത്തനം നടപ്പിലാക്കിയാൽ ആ വികസനാനുഭവം സ്വന്തം ജീവിതാനുഭവമായി അല്ലെങ്കിൽ അവർക്ക് അനുഭവവേദ്യമാകാൻ കൂടി കഴിയണം. എന്നാൽ മാത്രമേ സാമൂഹ്യ നീതി ഉറപ്പുവരുത്താൻ കഴിയൂ. മുൻ എം.പി. പി. കരുണാകരൻ വിവിധ മേഖലകളിലുള്ളവരെ ആദരിച്ചു. നഗരസഭയുടെ വികസന നേട്ടങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് മുൻ എം.എൽ.എ. കെ.പി. സതീഷ് ചന്ദ്രൻ പ്രകാശനം ചെയ്തു. ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ടി.വി. ശാന്ത അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ വി. ഗൗരി, മരാമത്ത് കാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ.പി. രവീന്ദ്രൻ, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ഷംസുദ്ദീൻ അറിഞ്ചിറ, ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ ടി.പി. ലത, വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ പി. ഭാർഗവി, മുൻ നഗരസഭാ ചെയർമാൻ പ്രൊഫസർ കെ.പി. ജയരാജൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ.വി. ദാമോദരൻ, ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ ടി.വി. ദാമോദരൻ, CDS ചെയർപേഴ്സൺ പി.എം. സന്ധ്യ, വ്യാപാരി വ്യവസായ പ്രതിനിധികളായ കെ.വി. സുരേഷ് കുമാർ, വി. ഉദയകുമാർ, പ്രസ് ഫോറം പ്രസിഡന്റ് സേതു ബംഗളം, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കരുവക്കാൽ ദാമോദരൻ, എം. അസൈനാർ, N.M. അബ്ദുൾ ഖാദർ മാസ്റ്റർ, കൈപ്രത്ത് കൃഷ്ണൻ നമ്പ്യാർ, സുരേഷ് പുതിയടത്ത്, കെ.വി. ചന്ദ്രൻ, M.J. ജോയ് തുടങ്ങിയവർ പങ്കെടുത്തു. നീലേശ്വരം നഗരസഭ വൈസ് ചെയർമാൻ പി. മുഹമ്മദ് റാഫി സ്വാഗതവും നഗരസഭാ സൂപ്രണ്ട് സുധീർ നന്ദിയും പറഞ്ഞു. തുടർന്ന് സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഉൾപ്പെടുത്തിയുള്ള വീഡിയോ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി M.B. രാജേഷിന്റെ സന്ദേശം എന്നിവ പ്രദർശിപ്പിച്ചു. നഗരസഭയുടെ വികസന നേട്ടങ്ങൾ നഗരസഭാ സെക്രട്ടറി ഇൻചാർജ് വിനോദ് അവതരിപ്പിച്ചു. തുടർന്ന് നീലേശ്വരം നഗരസഭയുടെ വികസന നേട്ടങ്ങൾ ഉൾപ്പെടുത്തിയ വീഡിയോയും പ്രദർശിപ്പിച്ചു. ജനങ്ങളുടെ വികസന ആശയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ഓപ്പൺ ഫോറവും ഒരുക്കിയിരുന്നു. നഗരസഭയുടെ 5 വർഷത്തെ പ്രവർത്തനങ്ങൾ പ്രതിഫലിക്കുന്ന ഫോട്ടോ പ്രദർശനവും സദസ്സിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം.